കനത്ത മഴയെ തുടർന്നാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണതെന്ന് റെയിൽവേ. കെട്ടിടം പൊളിക്കാനുള്ള പ്രാഥമിക നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് തകർന്നത്. സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്നും റെയിൽവേ പറഞ്ഞു. സമീർ സി മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സമീർ, ഈ അപകടത്തിൽ എന്താണ് റെയിൽവേയുടെ പ്രാഥമിക കണ്ടെത്തൽ? ജീന, രാവിലെ 11:10 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ക്ലോക്ക് ടവറിന്റെ കെട്ടിടമാണ് തകർന്നു വീണത്. ട്രാക്കിൽ പാസഞ്ചർ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമീപത്ത് മറ്റ് കെട്ടിടങ്ങളും അതുപോലെ തന്നെ സാമഗ്രികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭാഗത്ത് യാത്രക്കാരോ ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അവർ നൽകുന്ന വിശദീകരണം ഈ കെട്ടിടം നേരത്തെ തന്നെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചതാണ് എന്നും അതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരുന്നു എന്നുമാണ് അവർ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയുകൊണ്ട് അതിന്റെ പരിശോധന നടത്തുകയും അത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ അതിന്റെ പൊളിച്ചുമാറ്റലിന്റെ നടപടികൾ ആരംഭിക്കാനും ഇരുന്നതാണ്. ഇതിനിടയിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായതുകൊണ്ടാണ് പൊളിഞ്ഞു വീണത് എന്ന വിശദീകരണമാണ് ഇപ്പോൾ റെയിൽവേ നൽകുന്നത്. അതുപോലെ തന്നെ അതിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ് എന്നും റെയിൽവേ പറയുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ റീജിയണൽ മാനേജറും അതുപോലെ തന്നെ PROയും ഉൾപ്പെടെയുള്ള സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പാലക്കാട് നിന്നുള്ള സംഘമാണ് ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അനാസ്ഥ ഉണ്ടായി. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നാണ് ഇവിടെ സന്ദർശിച്ച MLA-മാരായ PA മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് K ജയന്തും പറയുന്നത്. ഇങ്ങനെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച കെട്ടിടമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് തൊട്ടടുത്ത ട്രാക്കിൽ ഒരു ട്രെയിൻ പാർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. അതുതന്നെ അവിടെ ഈ വിശദീകരണം തൃപ്തികരമല്ല, അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ള ഒരു കാര്യം കൂടി MLA-മാർ പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല അന്വേഷണം വേണം എന്നുള്ള കാര്യം കൂടി ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ ഒരു കെട്ടിടമാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത്. എന്നാൽ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ജീന.